10ാമത്തെ ലൈക്ക് അടിക്കാനുള്ള ഭാഗ്യവാൻ. ഉറങ്ങാൻ പോവുകയാണോ? പറയൂ പറയൂ. 10ാമത്തെ ലൈക്ക് അടിക്കാനുള്ള ഭാഗ്യവാനല്ലേ ഭാഗ്യവതി? നിങ്ങളിൽ ആരാണ് ആ ഭാഗ്യവാൻ? അല്ലെങ്കിൽ ആരാണ് ആ ഭാഗ്യവതി? ആരാണ് ആ സുന്ദരൻ? ആരാണ് ആ സുന്ദരി? എനിക്കടിക്കാൻ പറ്റുമായിരുന്ന ഞാൻ സുന്ദരനായ ഞാൻ അടിച്ചിട്ട്. നിനക്കടിക്കാൻ പറ്റുന്നത് നീ സുന്ദരി ആകത്തില്ല എന്ന് അടിച്ചിട്ട്. ആ ഇവർക്ക് ആർക്കും സുന്ദരനും സുന്ദരനൊന്നും ആകണ്ട. ആരും ലൈക്ക് അടിച്ചില്ല. 10ാമത്തെ ലൈക്ക് അടിക്കുന്നവരെ ഞങ്ങൾ സുന്ദര അടിച്ചല്ലോ. ആരാണ് ആ 10ാമത്തെ ലൈക്ക് അടിച്ചതെന്ന് പറ. 10ാമത്തെ ലൈക്ക് അടിച്ച ആരാന്ന് നോക്കിയേ. ആരാന്ന് വെച്ചാൽ പേര് പറഞ്ഞ 10ാമത്തെ ലൈക്ക് അടിച്ചത്. സുന്ദരനാണോ സുന്ദരിയാണോ? ആ ദേ പോയി. ആരാണ് അടിച്ച ലൈക്ക് പിന്നെ അടിച്ചത്? ലൈക്ക് അടിക്കാൻ വന്നതാണ് അളിയാ. അങ്ങോട്ട് അടിക്കൂ, അടുത്ത ഉണ്ടല്ലോ ഭാര്യ. ആഹാ അത് കൊള്ളാം. അടിച്ച ലൈക്ക് ആരാ തിരിച്ചെടുത്തോണ്ട് ഇത് കണ്ട അങ്ങോട്ട് അടിക്ക, അടുത്തുണ്ടല്ലോ ഭാര്യ എന്നത് കൊള്ളാലോ. ഹൈറ ഉമ്മൂസിനെ കണ്ടില്ല, ആരെയും കണ്ടില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായം പറയണേ. ഇന്നുണ്ടല്ലോ ഇന്നത്തെ വീഡിയോ ഒരു കട്ടക്കരിപ്പാണ്. അപ്പോൾ ഞാൻ വലിയ കാര്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് പെട്ടെന്ന് ഈ ലൈവിൽ തുടങ്ങാൻ തൊട്ട് പോകുമ്പോൾ എനിക്ക് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണമായിരുന്നു വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ലൈവ് വരുന്നതിന് തൊട്ട് പോകുമ്പോൾ ഷോർട്സ് എടുത്ത് പെട്ടെന്ന് ലൈവിൽ വരേണ്ടതിന് പെട്ടെന്ന് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഫസ്റ്റ് പിക്ചർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാൻ മറന്നുപോയെ. ഇപ്പം വന്നിരിക്കുക എന്താണെന്നറിയോ, ഞാൻ ഭദ്രകാളി ഞങ്ങൾക്ക് വായം പൊളിച്ചിരിക്കുന്നു. എനിക്കത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഡിലീറ്റ് ചെയ്ത് ഇനി ഷോർട്സ് ഒന്നും കൂടി ചെയ്യേണ്ടി വരും. അത് എന്ത് ചെയ്യണം? ഷംന കോട്ടക്കൽ ചിരിക്കുന്നു. ഷംന കോട്ടക്കൽ ഞാൻ പോയി, ടീച്ചർ വന്നു. ആഹാ നമ്മളെ ഒന്നും വേണ്ടല്ലോ, നമ്മളൊക്കെ രണ്ടാം കൂടിയല്ലേ. ടീച്ചർ വന്നാൽ ടീച്ചറിന്റെ കയ്യിലോട്ട് പോകത്തില്ലേ. ഇത്താ സുന്ദരി താത്ത എന്നൊക്കെ വിളിച്ചിട്ട് എന്നിട്ട് ടീച്ചറിന് പോയി അല്ലേ. പോട്ടെ പോട്ടെ നാം വേണ്ടത്തില്ല. നസ്രിൻ ആൻഡ് ഹൈറാസ് വെള്ളി ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന മത്സരം. അതെനിക്കറിയാം വടംവലി. റഷീദ് എന്തൊക്കെ പറയാം. നസ്രിൻ ഉമ്മൂത്തി സുനിയാന്റിയുടെ വീട്ടിലാണ്. ആണോ അവരങ്ങോട്ട് പോയിരിക്കുവാണോ? അതാണ് ക്രേസി വേൾഡ് സാധാരണ വരുന്നതാണല്ലോ. ഇന്നെന്നാ പറ്റി ക്രേസി വേൾഡ് വന്നിട്ടില്ലല്ലോ. ക്രേസി വേൾഡ് എന്താ ഒളിഞ്ഞു നിൽക്കുവാണോ? വിന്നർ. ഓക്കേ ഓക്കേ ക്രേസി വേൾഡ് പറന്നു വരൂ. എന്താണ് ഒരു മൗനം? ലൈക്ക് അടിക്കുന്ന എല്ലാരും ലൈക്ക് അടിച്ചൊന്ന് സബും ചെയ്യൂന്നേ. മഴ ആയതുകൊണ്ടാണ് എല്ലാരും ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത് അല്ലേ. റാശി ഫുഡ് കഴിച്ചു. ഞങ്ങള് പാലപ്പം വെജിറ്റബിൾ സ്റ്റൂ കഴിച്ചിട്ടിരിക്കാണ്. ഇനി ഇപ്പൊ ഇച്ചിരി കപ്പലണ്ടി ഉപ്പ് തളിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് മൊബൈലിൽ ഏതെങ്കിലും യൂട്യൂബിൽ നിന്ന് ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ആ കപ്പലണ്ടിയും കുറച്ച് തണുപ്പല്ലേ. അപ്പൊ അതാണ് പരിപാടി, രാത്രിത്തെ പരിപാടി. അതാണ് കപ്പലണ്ടിയും അടിച്ചവരൊക്കെ പിന്നെ അടിക്കല്ലേ. ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ. ഇനി ഇപ്പൊ ലൈവിലുള്ളവരെല്ലാരുമേ നിങ്ങളുടെ സ്ഥലം ഏതാന്ന് ഒന്ന് കമന്റ് ചെയ്തേ. ഒരു പ്രാവശ്യം കമന്റ് ഒരു പ്രാവശ്യം മതി. അതന്നെ. ഞാൻ ചങ്ങനാശ്ശേരി, നീയോ? ഞാൻ ചങ്ങനാശ്ശേരി. ഞങ്ങൾ രണ്ടുപേരും ചങ്ങനാശ്ശേരി. റാശി ഫുഡ് കഴിച്ചു. ക്വസ്റ്റ്യൻ തീർന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ഒക്കെ തീർന്നു. എങ്കിൽ ഞാൻ പറയാം ഒരു ക്വസ്റ്റ്യന്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെക്കട്ടെ. ഒരു റൂമിൽ 8 പേര് കിടന്നുറങ്ങുമായിരുന്നേ. അപ്പൊ ആ റൂമിലോട്ടൊരു കൊതുക് വന്നിട്ട് 7 പേരെയും കടിച്ചു. ഒരാളെ മാത്രം കടിച്ചില്ല. കാര്യം എന്നാ? അത് കൊതുകിന് എന്ത് വരുന്നു? അല്ല, ഒരു റൂമിൽ 8 പേര് കിടന്നുറങ്ങുമായിരുന്നു. ഒരു കൊതുക് ഇങ്ങനെ മൂളി വന്നിട്ട് 7 പേരെയും കടിച്ചു. ഒരാളെ മാത്രം കടിച്ചില്ല. കാര്യം എന്താ? ഒരാള് മനുഷ്യനല്ലായിരുന്നു. മനുഷ്യനൊക്കെ തന്നെയാണ്. നസ്രിൻ ഹൈറാസ് വേൾഡ് ആലപ്പുഴ എന്ന് പറഞ്ഞു. നൗറിൻ ഷാജഹാൻ ഹായ് നൗറിൻ. അല്ല റഷീക്ക ഞാൻ പാലക്കാട്. റഷീദ് പാലക്കാടാണ്. റാശി ഇരിക്കുന്നു. റാശി അത് മങ്കിയായിരിക്കും. മങ്കിയൊന്നും അല്ല, പക്ഷേ ഒരാളെ മാത്രം കടിച്ചില്ല. കാര്യം എന്താണ് പറയൂ. മനുഷ്യരാടുന്നില്ല. അല്ല മനുഷ്യര് കൊതുകാണ് വന്നത്. ഒരാളെ മാത്രം കുത്തിയില്ല. ചോദ്യമാണ്, അത് മൈൻഡിൽ വെച്ചേക്കണം. എന്നിട്ട് വേണം ആൻസർ പറയാനായിട്ട്. പനിയായിരുന്നു. അല്ല.